അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ആരാണുള്ളത്? എന്റെ അമ്മയാണുള്ളത്. അതായത് ആരുടെ അമ്മയാണുള്ളത്? വിജയുടെ അമ്മ, ബബലുന്റെ മമ്മിയ. കറക്റ്റ്. അപ്പോ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒരു പുതിയൊരു ഗെയിമിംഗ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ചാനലിന്റെ ഒരു ഇൻട്രഡ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മ വന്നേക്കുന്നത്. പറഞ്ഞ ഒരു പുതിയൊരു ഗെയിമിംഗ് സെറ്റപ്പിന്റെ കൂടെ ഒരമ്മ ഇരിക്കുന്ന നല്ല. അപ്പോൾ ഇപ്പൊ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും നമ്മളുടെ ഒരു ബജറ്റ് രീതിയിൽ നമ്മൾ ഞാൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ കുറച്ചും എൻ്റെ അമ്മയും ഇതിന് ഹെൽപ്പ് ചെയ്തല്ലേ. അതായത് ഈ ബുക്കൊക്കെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്തത് ഈ കാര്യത്തിനൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് വയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ ഗൈസ്, ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലാപ്ടോപ്പ് പാസ്വേഡ് അയക്കാം. അപ്പോൾ എനിക്ക് ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അമ്മയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്. കുഴപ്പമില്ല, കുഴപ്പമില്ല, അതങ്ങനെ ഗൈസ്. ഓക്കെ, നെർവസ് ആർക്കെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഗെയിം ഇഷ്ടമാണോ? ക്യാമറയിൽ നോക്കി പറ. ഇഷ്ടമാ. ഏത് ഗെയിമാണ് ഇഷ്ടം? അതായത് ആദ്യം നമ്മൾ ബേസിക് ഗെയിംസിൽ തുടങ്ങാം. അതായത് ടെമ്പിൾ റൺ, ഇതൊക്കെ അറിയാവോ? സബ്വേ സർഫേഴ്സ് അറിയാം. പിന്നെ ലിറ്റിൽ സിംഗത്തിന്റെ അറിയാം. അതിനകത്ത് അത് കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. ഇപ്പോഴും അത് ഇഷ്ടമാണ്? അതിപ്പോഴും കളിക്കാറുണ്ട്. എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫ്രീ ടൈമിലെ കളിക്കാറുണ്ട് ഞാൻ. ആ ഗെയിം ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ താങ്കൾക്ക് കാർ ഗെയിംസ് അറിയാവോ? അതായത് കാർ ഗെയിംസ് അറിയാം, ബട്ട് ഞാൻ കളിക്കാറില്ല. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, പിന്നെ താങ്കൾക്ക് ഫ്രീ ഫയർ, പബ്ജി ഈ ഗെയിംസിലൊക്കെ കളിക്കാൻ ആഗ്രഹമുണ്ടോ? അത് ഭാവിയിൽ അത് കളിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല, ഫ്രീ ഫയർ, പബ്ജി ഇതൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്യത്തുമില്ല. ബബ്ലിനോ കളിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ. ഓക്കെ, ദിസ് ഈസ് ഹാർംഫുൾ ഗെയിം ഫോർ അസ്, സോ ഡോണ്ട് ഡൗൺലോഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ആരും തന്നെ ഡൗൺലോഡ് ചെയ്യല്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നല്ലൊരു കുട്ടിയായിട്ട് വളരുക അല്ലേ? കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ പുതിയൊരു ചാനലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ സ്പെഷ്യലി എൻ്റെ രണ്ടാമത്തെ ചാനൽ എന്തിനാണ് തുടങ്ങിയത്? ഓൾഡ് ചാനലിലെ സബ്സ്ക്രൈബർ അത്ര സബ്സ്ക്രൈബർ ഇല്ല, എന്നാലും ആ ഒരു 84 സംതിങ്, അത് കുഴപ്പമില്ല. 84 സബ്സ്ക്രൈബർ, അത് കുഴപ്പമില്ല. എന്നാലും ഒരു കുട്ടി എന്ന നിലയിൽ ഇത്രയ്ക്കും ഈ വീഡിയോസ് ചെയ്യുന്ന തന്നെ ഒരു നല്ലതാ. അപ്പൊ അതൊക്കെ മാക്സിമം മതി. അപ്പൊ അത്ര വ്യൂസ് തന്നെ എനിക്ക് വലുതാണ്, എൻ്റെ അമ്മയ്ക്കും അത് സെയിമാണ്. നമ്മൾക്ക് എല്ലാം സെയിമാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അവന്റെ സ്റ്റഡീസ്, ഗെയിംസ്, അങ്ങനെ കുറെ കാര്യങ്ങളായി അവന്റെ അതിന്റെ ഇടയ്ക്ക് ഫ്രീ ഉള്ള ടൈമിൽ പിന്നെ ഇപ്പൊ എക്സാമും കൂടെയാണ്, അതുകൊണ്ട് എനിക്ക് അത്രയും കോൺസെൻട്രേഷൻ പറ്റത്തില്ല യൂട്യൂബിലെ ഫുൾ ടൈം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റഡീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ചാനലിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയാവോ എന്നറിയത്തില്ല. അപ്പൊ എൻ്റെ ചാനലിന്റെ പേരെന്താ? ഓൾഡ് ചാനലിന്റെ പേര് സ്നേഹ ബട്ട് ഗാഡ്ജറ്റ്സ് വ്ലോഗ്, ബട്ട് ന്യൂ ചാനലിന്റെ പേര് എനിക്ക് അറിയത്തില്ല. എന്താ പറഞ്ഞിട്ടില്ല മോനു എൻ്റെ അടുത്ത്. പുതിയ ചാനൽ ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞു, ബട്ട് നെയിം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല റീസെന്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിന്റെ പേരാണ് സ്നേഹ ബട്ട് ഗെയിമിംഗ്. സ്നേഹ ബട്ട് ഗെയിമിംഗ്. ഒന്നും കൂടെ ഒച്ചത്തിൽ ക്യാമറ നോക്കി പറ. സെക്കൻഡ് ചാനലിന്റെ നെയിമാണോ സ്നേഹ ബട്ട് ഗെയിമിംഗ്? സ്നേഹ ബട്ട് ഗെയിമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യാം. സ്നേഹ ബട്ട് ഗെയിമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ സെർച്ച് ചെയ്തിട്ടുണ്ട്.
ഇതാണ് എൻ്റെ ചാനൽ, കണ്ടല്ലോ, ഓക്കെ ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോവേ ഉള്ളു, അത് മേഡ് ഔട്ട് 2യുടെ ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഇപ്പോൾ 23 വ്യൂസേ ഉള്ളു. പക്ഷേ 2 സബ്സ്ക്രൈബർ ആയിട്ടും 23 വ്യൂസ്. അപ്പോൾ ഈ 23 പേരും ഇത്ര പേരെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത? എന്താ ചെയ്യാത്ത? എൻ്റെ മോൻ്റെ ചാനലിലെ പാവം സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ. ഞാൻ മറ്റേ തമ്പനയിലൊക്കെ സെറ്റ് ചെയ്ത് മറ്റേ എൻ്റെ ഗെയിമിംഗ് ചാനലെന്ന് കാണുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തത് മറ്റേ ക്യാൻവയ്ക്കകത്ത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ പിന്നെ വീഡിയോസ് ഞാൻ അത്ര എഡിറ്റ് ഒന്നും ചെയ്യത്തില്ല, കാരണം കൂടുതൽ സ്ക്രീൻ ടൈം മനസ്സിലായി, കണ്ണിന് എഫക്റ്റ് ആവോ. പിന്നെ ഞാൻ എക്സാം ടൈം അതുകൊണ്ട് കൂടുതൽ സ്ക്രീൻ ടൈം നോക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ ലാപ്ടോപ്പ് അത്ര ഉപയോഗിക്കത്തില്ല. പിന്നെ എൻ്റെ ലാപ്ടോപ്പിന് അറിയാം ഹാർഡ് ഡിസ്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു USB ആണ്. അപ്പോൾ ഇത് കേടാവാതെ ഇരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കത്തേ ഇല്ല, അതുകൊണ്ടായിരിക്കും ഹാർഡ് ഡിസ്കിന് ഫോൾട്ട് വന്നെന്ന് മേ ബി. ഓക്കെ, അപ്പോൾ സ്നേഹബട്ട് ഗെയിമിംഗ് എന്നാണ് പേര്. 2 സബ്സ്ക്രൈബറേ ഉള്ളു. ഞാൻ കൂടുതലൊന്നും വീഡിയോസ് ഒന്നും ഇതുവരെ ആയിട്ട് ഇട്ടില്ല. ഓക്കെ, പിന്നെ ഒരു ചെറിയ ആദ്യം ചാനൽ തുടങ്ങിയ ശേഷം ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് അതിനകത്തും അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജൂൺ 8 2025 ജോയിൻ ആയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുവാ, അപ്പോൾ ഗൈസ് നിൽക്കി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വന്നു. ക്യാമറക്കകത്ത് നോക്കി. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞിരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും. ഇച്ചിരി എന്തോ സ്റ്റഡി ആയിട്ടിരിക്കും ചെറിയ അടുത്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാനൊന്ന് കറക്റ്റ് പൊസിഷൻ ആണോ നോക്കട്ടെ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തുവാ എൻ്റെ അമ്മേനെ കുറച്ച് ഗെയിംസ് ഒക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ താങ്കൾക്ക് ബേസിക് ഗെയിംസ് ഒക്കെ അറിയാമല്ലോ? ഓക്കെ, അപ്പോൾ താങ്കൾക്ക് എന്തുവാ, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള കുറച്ച് ഗെയിംസുകൾ അറിയാം, ഫേമസ് ഗെയിം. അതായത് PS5 അറിയാവോ? അറിയാം, ബട്ട് ഞാൻ കളിക്കത്തില്ല. അറിയാം. PS5 എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയാവോ? ഇല്ല, അറിയത്തില്ല. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്തുവെന്ന് അറിയാവോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗെയിംസ് പരിചയപ്പെടുത്താം. ഓക്കെ, ആദ്യം തന്നെയാണ് GTA 5. ഓക്കെ ഗൈസ്, അപ്പോൾ അതെൻ്റെ അച്ഛനാണ്, അറിയാതെ ഒന്നെയാണ്, കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെയാണ് GTA 5. ഈ ഗെയിം കേട്ടിട്ടുണ്ടോ? GTA 5 ഉറപ്പാണോ? ഓക്കെ, അപ്പോൾ ഇതിനെ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിക്കാറുണ്ട്. ആ ക്യാരക്ടേഴ്സ് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് അറിയാവോ? ഇല്ല. ഞാൻ യൂട്യൂബിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അത് ഞാൻ ഗൂഗിളിനകത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, GTA 5 ക്യാരക്ടേഴ്സ്. നിക്ക് പാട്ട് പാടില്ല. അപ്പോ ഇതാരാ? ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ട്രാവർ, മൈക്കിൾ, ഫ്രാങ്ക്ലിന്, പിന്നെ ഐ തിങ്ക് ജിമ്മി ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഇതാരാ? ട്രാവർ. മനസ്സിലായല്ലോ? ഞാൻ നോക്കിട്ടോ. അപ്പോ ഫോണാണ്. അപ്പോ എന്തുവാ ഇപ്പൊ സംസാരിക്കണ്ട. ഓക്കെ, പിന്നെ സംസാരിക്കാം. ഒന്നും ആക്കണ്ട, എടുക്കാതിരുന്നാ മതി. മെസ്സേജ് ഒന്നും വേണ്ട. കോൾ വന്നത്. ഓക്കെ, അപ്പോ വീഡിയോ എടുക്കുന്നെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഇതാരാ? ട്രാവർ. ഇത് മൈക്കിൾ. ഇത് ഫ്രാങ്ക്ലിൻ. പറ. ഇത് ലമർ. അപ്പൊ പറഞ്ഞേ. അപ്പോ അമ്മയ്ക്ക് അത്ര ആ ഒരു ആദ്യം ഈ ഗെയിമിനെ കുറിച്ച് പരിചയപ്പെടുന്നോണ്ട് തന്നെ ആദ്യം
അത് വലിയ ഓർമ്മ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ എന്താ പറയുന്ന പോലെ പറയാം. ഓക്കെ. അപ്പോ ട്രാവർ മൈക്കൽ ഫ്രാങ്ക്ലിൻ ലമ. കറക്റ്റ്. അപ്പൊ 3 എന്താ പറഞ്ഞു. ഓക്കെ, അത് തന്നെ വലുതാണ്. ഇതാണ് GTA 5 മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്രാങ്ക്ലിൻ വെച്ചാണ് കളിക്കുന്നത്. എന്നാലും ഞാൻ GTA 5 ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല. ഞാൻ GTA 5 ഐ തിങ്ക് സാൻ അഡ്രിയാസ് അത് കളിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കളിച്ചിട്ടില്ല. പിന്നെ ലാപ്ടോപ്പിൽ ഗെയിംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാപ്ടോപ്പിൽ ഗെയിംസ് ഇപ്പോ ഇല്ല, പറഞ്ഞാൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോ പിന്നെ എന്ന് പറയുന്നത് എന്തുവാ, യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കാർട്ടൂൺസ് ഇഷ്ടമാണോ? ക്യാമറ കാട്ട് നോക്കി പറയാം. എപ്പോഴും ക്യാമറ കാട്ട് വേണം നോക്കാൻ. കാർട്ടൂൺസ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഏത് കാർട്ടൂൺസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഐ തിങ്ക് ടിന്റുമോൻ. പിന്നെ ആ കാർട്ടൂൺസ് അല്ല, അതായത് ഹിന്ദി കാർട്ടൂൺസ്. ഫസ്റ്റ് ഞങ്ങൾ ചെറുതിലിരിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് ടോം ആൻഡ് ജെറി. പിന്നെ മോൻ കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് ഡോറ ബുജ്ജി. പിന്നെ ഹിന്ദി കാർട്ടൂൺ എന്ന് പറയുമ്പോ ചിൻചാൻ. പിന്നെ ഡോറേമോൻ. എന്റെ ഫേവറേറ്റ് മോട്ടു പത്ലു. അത് മലയാളത്തിൽ ഇപ്പൊ വരുന്നു കാർട്ടൂൺസ്. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന കാർട്ടൂൺ ഏതാ? ചിൻചാൻ. പിന്നെ ഡോറിമോൻ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ കാണുന്നത്. ഡോറ ബുജ്ജി ഞാൻ ചെറുതിൽ കാണുവാണ്. അതായത് ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന മുമ്പ് കാണും, പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണും. അത് എനിക്ക് തോന്നുന്നു മേ ബി 1ാം ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ 1ാം ക്ലാസ്സിലാണ് തോന്നുന്നു. ഒന്നില്ല കേസ്. ഓക്കെ, അപ്പോൾ 1ാം ക്ലാസ്സിലാണ് ഞാൻ ഡോറ ബുജ്ജി രാവിലെ 7 മണിക്കാണ് കാർട്ടൂൺ. പിന്നെ വൈകിട്ട് എനിക്ക് 4-5 മണിക്കാവുമ്പോൾ അത് തുടങ്ങും. അന്ന് എനിക്ക് മറ്റേ സെറ്റപ്പ് ബോക്സിൻ്റെ ആ TV ആയിരുന്നു അന്ന്. ഇതൊക്കെ ഈ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല. ഓക്കെ, ക്യാമറ കാട്ടി നോക്കും. ഓക്കെ, അപ്പോൾ എന്താ വൈകിട്ട് 4-5 മണിയാവുമ്പോഴാണ്. ഓക്കെ, അപ്പം അന്ന് സ്മാർട്ട് TV ഒന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സ്മാർട്ട് TV ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ടത്തെ കാലത്തിലെല്ലാം സ്മാർട്ട് TV ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ബോക്സിലായിരുന്നു. അപ്പോൾ അതിലായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ അത്രയൊന്നും ലൈവായിട്ട് കിട്ടത്തില്ല. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിനകത്തുണ്ട്, അറിയാവോ? ഓക്കെ, ഞാൻ റീചാർജ് ഒക്കെ ചേർന്ന് ഇപ്പോൾ റീസെന്റ് തീർന്നിരിക്കുകയാണ്. ചെയ്യണം. ഓക്കെ, ചെയ്യണം. അടുത്ത തെറ്റ് റീചാർജിലേക്ക് ചെയ്താൽ പോലെ. ഓക്കെ, അപ്പോൾ പിന്നെ ആസ് എ കിഡ് ഒരു വലിയ യൂട്യൂബർ ആണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? ആസ് എ കിഡ് ആക്ച്വലി ഐ തിങ്ക് 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് യൂട്യൂബർ ആയാൽ എൻ്റെ മോനോ എനിക്ക് ഭയങ്കര പ്രൗഡാവും. ബട്ട് ഇപ്പോൾ മോനോ 13 ഇയേഴ്സ് ഓൺലി. 13 ഇയേഴ്സ് ആണെങ്കിൽ എന്തുവാ? ഓക്കെ, ഇപ്പം അവനക്ക് ചെയ്യുന്നതൊക്കെ അവന് ചെയ്യുന്നുണ്ട്, അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് പുതിയ ചാനലിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ടൈമില്ല, ഞാൻ സമ്മതിക്കത്തില്ല, പഠിക്കാനുണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇപ്പോൾ എനിക്ക് സ്നേഹബട്ട് ഗാഡ്ജറ്റ്സ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഗെയിമിംഗ് വീഡിയോസ് ഈ 2 മാസം, അതായത് ഏപ്രിൽ മെയിൽ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു മറ്റേ ആനിമേറ്റഡ് മൂവിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതും ഞാൻ ഏപ്രിൽ ഇല്ലെങ്കിൽ ഏപ്രിൽ 10 ഇല്ലെങ്കിൽ 15 ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇപ്പോൾ കുറച്ച് പ്രൊസീജിയർ ആയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി അതിൽ കുറച്ച് പാർട്ടൊക്കെ ക്ലിയർ ആക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഒരു ആനിമേറ്റഡ് മൂവി വരുന്നതായിരിക്കും. ടൂർ ബേസ്ഡ് മൂവി വരുന്നതായിരിക്കും. അതിൻ്റെ പേര് ഇതുവരെയായിട്ട് തീരുമാനിച്ചില്ല. അപ്പോൾ ഗൈസ്, ഓക്കെ, പേരൊന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരാളുടെ സെലക്ട് ചെയ്തായിരിക്കും ഞാൻ ആ പേര് ഇടാൻ പോകുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഗെയിമിംഗ് ചാനൽ വരുമല്ലേ. അപ്പോൾ ഗെയിമിംഗ് ചാനൽ വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ പുറകെ നിങ്ങളുടെ പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് കമൻറ്റിൽ ഇട്ടാൽ മതി. അതായത് ഈ വീഡിയോയുടെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത ഗെയിമിംഗ് വീഡിയോ ഇടുമ്പോൾ ആ ഒരു പേര് ഞാൻ ഉടനെ തന്നെ ആ ഒരു
വീഡിയോ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ചിരിച്ചൊക്കെ എന്തെങ്കിലും പറ. അതായത് ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അതായത് അമ്മയായിട്ട്. ഞാൻ വീഡിയോയിലെല്ലാം വരുമ്പോ കുറച്ചേ സംസാരിക്കത്തുള്ളൂ, എനിക്ക് അങ്ങനെ അറിയത്തില്ല, അതുകൊണ്ടാ ഗൈസ്. ഓക്കെ, ഇൻട്രോഗേറ്റ് ആണ്. അതായത് ഓക്കെ ഇച്ചിരി സംസാരിക്ക്. യു ആർ എ ഹ്യൂമൻ ബീങ്. യു ആർ അതായത് റോബോട്ട് പോലെ ഇരിക്കാം നമ്മള്. എന്തുവാ ഈ കമന്റ്സ് കൊടുക്കാൻ എക്സ്പ്രഷനാ. ആ എക്സ്പ്രഷൻ കൊടുത്തിട്ട് കാര്യം. ഇച്ചിരി ഇങ്ങോട്ട് ഞാൻ പറയില്ല, ആംഗിൾ ചേഞ്ച് ചെയ്തെന്ന് പറ. എക്സ്പ്രഷൻ കൊടുക്കാൻ പോലെ എന്തെങ്കിലും പറയണം. പറയണോ? ഈ വീഡിയോ ഓഫാക്കി പിന്നെ ഞാൻ പറയാം. വീഡിയോയിലെ വരുമ്പോൾ ഞാൻ ഇച്ചിരി സംസാരിക്കത്തുള്ളൂ, എനിക്ക് അറിയത്തില്ല അങ്ങനെ സംസാരിക്കാനോ. പിന്നെ എൻ്റെ മലയാളം അത്രേ ക്ലാരിറ്റി ഇല്ല. സോ യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. I don't know. Either you talk Malayalam or English. Not to Hindi. I think Hindi, English നല്ലതായിട്ട് അറിയാം. ബട്ട് ഞാൻ സംസാരിക്കും മലയാളം. പറ, ഏതൊക്കെ ഒരു ലാംഗ്വേജ് പറ. ഐ തിങ്ക് ഇപ്പൊ കേരളത്തിൽ ഇരിക്കുന്നുണ്ടോ മലയാളം ഈസ് ബെറ്റർ. ഓക്കെ, അത്രയ്ക്ക് മലയാളം അല്ല. കോഴി എന്നൊന്നും പറഞ്ഞു. കോഴി ഇതാണ് മലയാളം. അതായത് യാ യാ അതും എനിക്ക് അത് അമ്മയ്ക്ക് തെളിയത്തില്ല. അന്ന് എനിക്കും തെളിയത്തില്ലായിരുന്നു. പിന്നെ അത് എന്തുവാ, എൻ്റെ അമ്മൂമ്മയുണ്ട് ഭവാനി. അപ്പോൾ അവനെ ചിരിക്കണ്ട. അപ്പോൾ ആ അമ്മൂമ്മ യാ 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 എന്ന് പറഞ്ഞ് എനിക്ക് ശീലമായി കേട്ടോ. എനിക്ക് യാ തെളിഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് ഇതുവരായിട്ട് തെളിഞ്ഞില്ല. എന്താ തെളിയാത്തത്? യാ എന്ന് പറഞ്ഞേ. യാ യാ. എനിക്ക് ഞങ്ങള് പഠിച്ചത് കർണാടക സ്റ്റേറ്റിലായതുകൊണ്ടോ ഐ തിങ്ക് ഇതെല്ലാം ഞങ്ങൾക്ക് നാക്ക് വളങ്ങത്തില്ല, അതുകൊണ്ടാ കണ്ട വളങ്ങത്തില്ല. വായ വായ വളങ്ങത്തില്ല. അത് വള 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 നമ്മൾ കൈയിടുന്ന വളയാണെങ്കിൽ വാള ലാ ലാവായ. ഇത് യായ. അത് ആക്ച്വലി ചെറുതിന്ന് അവിടെ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ലാ അത്രേ ക്ലാരിറ്റി ആവത്തില്ല. ഓക്കെ. അപ്പോ കന്നഡ അറിയാല്ലേ? കന്നഡ അറിയാ, തുളു അറിയാ, മലയാളം അറിയാ, ഇംഗ്ലീഷ് അറിയാ, ഹിന്ദി അറിയാ, തമിഴ് അറിയാ, തെലുഗു അറിയാ. മതി. അപ്പോ പിന്നെ എനിക്ക് തമിഴ് കുറച്ചൊക്കെ അറിയാം, അല്ലാതെ കന്നഡ കുറച്ചൊക്കെ അറിയാം. ഞാൻ സംസാരിക്കത്തില്ല, അല്ലാണ്ട് പറയുന്നതൊക്കെ മനസ്സിലാവും. കന്നഡ മനസ്സിലാവും, തുളു മനസ്സിലാവും. ഒരു കന്നഡയിലൊരു വാക്ക് പറ എന്തെങ്കിലും. നിന്നെ ಹೆಸರೇನು? നിന്നെ ಹೆಸರೇನು ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം? ഊട്ടായിട്ട്, അതായത് ചോറുണ്ട്. കറക്റ്റ്. അപ്പൊ അങ്ങനെ ബേസിക് വേർഡ്സ് എനിക്ക് അറിയത്തേ ഉള്ളൂ. അമ്മക്ക് ബേസിക് ഗെയിംസ് അറിയുന്ന പോലെ എനിക്ക് ബേസിക് കന്നഡ അറിയത്തേ ഉള്ളൂ. ഇപ്പൊ അമ്മയ്ക്ക് മലയാളം അത്ര ക്ലാരിറ്റി അല്ല, അങ്ങനെ എനിക്ക് കന്നഡയിൽ അത്രയും ക്ലാരിഫിക്കേഷൻ ഇല്ല. ഓക്കെ, പക്ഷെ പഠിച്ച് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അത് ഓക്കെയാ, എന്നെ കന്നഡ പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ വ്ളോഗ് കന്നഡയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു ഗെയിമിംഗ് ചാനൽ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എന്താ? അതായത് ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയ്ക്ക് ഞാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അത് അമ്മ കളിക്കണം, മനസ്സിലാവും. ഞാൻ ഈ ക്യാമറ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും, ഈ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ കളിക്കണം. അതായത് സബ്വേ ആ ഒരു ഗെയിമിൽ തന്നെ ആദ്യം തുടങ്ങും. ആദ്യം കമ്പ്യൂട്ടറിലല്ല, ഞാൻ ആദ്യം മൊബൈലിനകത്ത് സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. സംസാരിക്കണം, അതായത് വെറുതെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ കളിക്കരുത്, സംസാരിക്കണം. അതായത് ഈ ഗെയിം നല്ലതാ, ഇതെങ്ങനെ കളിക്കുന്നു, അതിനെക്കുറിച്ച് ഈ ഒരു ഗെയിമിനെ കുറിച്ച് നല്ലൊരു എക്സ്പ്രഷൻ കൊടുക്കണം. ഓക്കെ, ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെ? ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, നിക്ക് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോ ഗെയിം എങ്ങനെ കളിക്കുന്നെന്ന് പറയാം. ഇതെന്തുവാ? നോക്കട്ടെ, കൈയെടുത്ത്. അയ്യോ, ക്യാമറയുടെ ഫ്രണ്ടി വാ, ഇവിടെ നിന്ന് കാണാലോ. അമ്മ ക്യാമറയുടെ ഫ്രണ്ടി വാ, കാണത്തില്ല. ഓക്കെ, ഇവിടെ നിന്ന് കണ്ടാ മതി. ഓക്കെ, ക്യാമറയിൽ തന്നെ അല്ലെ, ജസ്റ്റ് ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇത് നമ്മൾ ആൾക്കാരനെ, അതായത് ആ ഒരു ക്യാരക്ടറിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം. ഇത് ക്യാരക്ടറിനെ ബാക്കിലോട്ട് മൂവ് ചെയ്യാൻ
പിന്നെ ഇത് ഐ തിങ്ക് ലെഫ്റ്റ് റൈറ്റും മൂവ് ചെയ്യാനാണ്. പിന്നെ ഇത് ഈ ഡബ്ല്യു ഇതൊക്കെ കുറച്ച് ബട്ടൺസ് ആണ്. ഇതിൽ നമ്മൾ എന്തോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ, അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനാണ്. പിന്നെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു ഇതൊക്കെ എന്തോ ഇപ്പോൾ ഒരു ഗെയിംസ് റൺ ആക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഗണ്ണ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ ഈ ബട്ടൺസ് ഉപയോഗിക്കും. ഈ ബട്ടൺസ് ഉപയോഗിച്ച് ഗെയിം കളിക്കാം. പിന്നെ ഒരാളിനെ നന്നായിട്ടൊന്ന് ടേൺ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതല്ല ഉപയോഗിക്കുന്നത്. പിന്നെ എന്തുവാ ഈ ഒരു ഇതിന്റെ പകരം ഉപയോഗിക്കുന്നത് മൗസ്. കറക്റ്റ്, മൗസാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. ട്രാക്ക് പാഡ് എന്ന് വെച്ച് നമ്മളിപ്പോ ഇങ്ങനെ യൂട്യൂബൊക്കെ കാണണമെങ്കിൽ ഒരു സോഫ്റ്റ് ഇത് പറ്റത്തുള്ളൂ. പറഞ്ഞ ഇത് ഓക്കെ. അപ്പൊ വീണ്ടും അച്ഛനാണ് വന്നത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യം അച്ഛൻ വന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഓക്കെ ഇത് പറഞ്ഞ് ഇതിങ്ങനെ നെക്കി പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് നെക്കി പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു വിരലിന്റെ എല്ലങ്ങ് ഭയങ്കര ഇതാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പാടാണ്. അപ്പൊ മൗസാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ വരാൻ ആഗ്രഹമുണ്ടോ എൻ്റെ ഗെയിമിംഗ് ചാനലിൽ ഇനിയും? ഇങ്ങനെ വരുമോ? അടുത്ത പ്രാവശ്യം നമ്മളൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അമ്മനെയും കൂടെ കളിക്കാൻ പഠിപ്പിക്കും, കൂടെ ഞാനും കളിക്കുന്നതാണ്. ഇത് നമ്മളുടെ 2 പേര് ചാനലാണ്. ഓക്കെ, അപ്പൊ എൻ്റെ അമ്മയുടെ പേരാണ് സ്നേഹഭട്ട് അല്ല. അപ്പൊ അതുകൊണ്ടാണ് അമ്മയുടെ പേര് ഇൻസ്പയർ ചെയ്താണ് എല്ലാ വീഡിയോ ചാനലിന്റെ പേര് ഇടുന്നത്. ഞാൻ ആദ്യം സ്നേഹഭട്ട് കുക്കിംഗ് വ്ലോഗ് എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റീസെന്റ് ഞാനത് പേര് മാറ്റി ഈ ഒരു ഗെയിമിംഗ് ചാനൽ ഇട്ടാണ്. പറഞ്ഞാല് കുക്കിംഗ് ചാനലില് എന്തുവാ അമ്മയ്ക്ക് അധികം എന്താ പറയാ, അല്ല കുക്കിംഗ് അറിയാം, എന്നാലും നമ്മൾ എന്തുവാ എൻ്റെ അടുത്ത് മൈക്ക് അറിയാമല്ലോ, കുറവുള്ള മൈക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൗണ്ട് ഒന്നും ഇതാവത്തില്ല. പിന്നെ ഹോളിൻ്റെ അറ്റാച്ച്ഡ് ഹോൾ പ്ലസ് കിച്ചൺ ആണ്. അതുകൊണ്ട് തന്നെ ഹോളിൻ്റെ കുറെ ടിവിയുടെ സൗണ്ട് അതൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ക്ലാരിഫിക്കേഷൻ വീഡിയോക്കായിട്ട് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് ചാനലിന് പകരം ഗെയിമിംഗ് ചാനൽ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചാനൽ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. അത് ഞാൻ തൽക്കാലം ഇതിന് ഭയങ്കര യൂസ് കുറവാണ്. അതായത് 23 പേര് കണ്ടിട്ടും 23 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ എത്ര ആവും? 23 സബ്സ്ക്രൈബർ. ഓക്കെ, അതെനിക്ക് എത്രയാണ് അതൊന്നും എന്തുവാ മൈൻഡ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ മൈൻഡ് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുവാ അത് നോക്കണം. അപ്പോൾ അത്ര പേര് കണ്ടിട്ടും എന്തുവാ സബ്സ്ക്രൈബ് ചെയ്യാതെ അതൊരു പ്ലീസ് സബ്സ്ക്രൈബ്, എനിക്കത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കുറേ വീഡിയോ ആയിട്ട് ഞാൻ ഡെയിലി ഞാൻ ഡെയിലി ഗാഡ്ജറ്റ്സ് വ്ലോഗിൽ വീഡിയോ ഇടുമ്പോൾ പറയുന്നുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ്. ഒരാൾ അതായത് എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞില്ലല്ലോ സാരഥി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്നെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ കമന്റ് ചെയ്യുക, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇഗ്നോർ ചെയ്യും. ഞാൻ ഒരു വോയിസ് റിപ്ലൈ ഇട്ട് എന്താ കുഴപ്പം. അപ്പൊ അങ്ങനെ ഞാൻ വോയിസ് റിപ്ലൈ ഇട്ട്. അപ്പോൾ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ കമന്റ് ചെയ്യുന്നവർ ഇടട്ടെ, ഓക്കെ കുഴപ്പമില്ല, അത്രയ്ക്കും അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, അതായത് നമ്മൾ ഈ കമന്റ് എന്തെങ്കിലും ഇട്ടോട്ടെ, പക്ഷെ കമന്റ് ഞങ്ങളുടെ ആ ഒരു ചാനലിൽ കമന്റ് വന്നു, ഗെയിമിംഗ് ചാനലിൽ വന്നിട്ടില്ല. അതിന്റെ പകരം ഗാഡ്ജറ്റ്സ് വ്ലോഗിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ മോശം കമന്റ് ആവട്ടെ, കമന്റ് വന്ന് അല്ലേ. ഓക്കെ, സാധാരണ എൻ്റെ വീട്ടിൽ കമന്റ് ഒന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കമന്റ് വന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കമന്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ കമന്റ് വന്നാൽ മതി. ഓക്കെ അതാണ് ഗേസ്. ഓക്കെ, അപ്പോൾ ഗേസ് ഇന്നത്തേക്ക് ഇത്രയുള്ള ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിൽക്കുക ഗേസ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗേസ്, ദിസ് ഈസ് വിജയ് signing up.